എൻ്റെ പേര് ലിജോ. ഞാൻ പിറവത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 28/6/2023 ഇപ്പോൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. 4 വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുന്നതാണ്. ഞാൻ ഇനി കേരളത്തിൽ കൊടുക്കാനായിട്ട് ഒരു ഏജൻസി പോലും ഇല്ല. എല്ലാം കൈ കിട്ടി, ഇപ്പോൾ എനിക്കെല്ലാം റെഡി ആവുമെന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് അത് തട്ടിമറിഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. അവൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ഏജൻസി കൊണ്ട് അവൾ CV കൊടുത്താൽ മതി, ആ ഏജൻസിക്കാർ തന്നെ പൊട്ടിപ്പോവും. അതുപോലെ കഷ്ടകാലം പിടിച്ചതാണ് അവളെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളിത് ഒരു ദിവസം ഇത് തിരുത്തി പറയും. ഇതിനെല്ലാം ഞാനെല്ലാം മറുപടി പറയണത്, ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഇതിന് ആ ദൈവം നിങ്ങൾക്ക് മറുപടി പറയും. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ട്, ആ അമ്മ നിങ്ങളോട് മറുപടി പറയും. ഞാനല്ല ഇതിന് മറുപടി പറയേണ്ടതെന്ന് എന്ന് ഞാൻ അവരോട് പറയും. എന്നും എന്നെ കളിയാക്കാം. അപ്പോൾ അവരെന്നോട് പറയും, നിന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ? നീ വേസ്റ്റാണ്. 10 പൈസ സമ്പാദിക്കാൻ ഈ 16 വർഷം നിനക്ക് ജോലി കിട്ടിയിട്ട് ഒരു അക്കൗണ്ടിൽ നിനക്ക് ഒരു ബാലൻസ് എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും കളിയൊക്കെ, എല്ലാവരും ഗൾഫിന് പോയിട്ട് റിട്ടയർഡായിട്ട് അവർ വിശ്രമ ജീവിതത്തിന് വേണ്ടി വന്ന് ചെയ്യുന്ന ജോലികൾ വന്നേക്കണവരാണ് എല്ലാ സ്റ്റാഫും തന്നെ. അങ്ങനെ പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പുറകോട്ട് പോയില്ല. ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കും, ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എൻ്റെ അമ്മ മാതാവിന് വേണ്ടി സമർപ്പിക്കും. അങ്ങനെ ഇരുന്ന ഒരു സമയത്താണ് എന്നെ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ മാറ്റി. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഈ മാസം എനിക്ക് പോകാൻ പറ്റും, ഞാൻ പുറത്തേക്ക് പോകുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു. ആ മാസം അവസാനം ഞാൻ പറഞ്ഞ ഡേറ്റിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എന്നെ എടുത്ത് മാറ്റി വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാക്കി. അപ്പോൾ എല്ലാവർക്കും ചിരിക്കാൻ ഒന്നും കൂടി അവസരമായി. അവരെന്നോട് പറഞ്ഞു, അവള് പ്രാർത്ഥിച്ചതും ദൈവം കേട്ടതും രണ്ടും രണ്ടാ. അപ്പം വീണ്ടും ഞാൻ പരിഹാസ കഥാപാത്രമായി. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് ഞാൻ നിങ്ങളോട് മറുപടി പറയും. ഞാൻ പ്രാർത്ഥിച്ചതും അമ്മ മാതാവ് കേട്ടതും ഒന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് മറുപടി പറയൂന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല ഏജൻസിയിലും കാശ് കൊടുത്തിട്ടുണ്ട്. ആ കാശ് കിട്ടും, ഇപ്പം എൻ്റെ വിസ വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ UK പോകാൻ വേണ്ടി എല്ലാ പേപ്പറുകളും റെഡിയായി. COS വന്നു. കഴിഞ്ഞ ഏപ്രിൽ 26 ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നുള്ള ഡേറ്റ് വരെ വന്നു. ഇനി എനിക്ക് വിസ വന്നാൽ മതി. പക്ഷേ ആ സമയമാകുമ്പോഴത്തേന് UK നിയമം തന്നെ മാറി. UK ഔട്ട് ഓഫ് കൺട്രി എന്നുള്ള ആൾക്കാർ അവർക്ക് വേണ്ട. അവിടെയും പാളി. അപ്പോൾ എല്ലാവരും കളിയാക്കാൻ വീണ്ടും തുടങ്ങി. അപ്പം ഞാൻ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ പരീക്ഷിക്കല്ലേ, എന്നെ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് നിന്നെ ഏറ്റുപറയാൻ എനിക്ക് സാധിക്കണേ എന്ന് ഞാൻ അമ്മയോട് മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ നിന്നപ്പോഴാണ് എനിക്ക് UK എൻ്റെ അനിയൻ UK അവൻ മുഖാന്തരം ഒരു കെയർ ഹോമിലെ മാനേജറുമായിട്ട് പരിചയപ്പെടാൻ ഇടവരികയും എൻ്റെ കറക്റ്റ് സമയത്ത് പറയാനുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറയണം എന്ന് പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് പറഞ്ഞു. എനിക്ക്